ஹாய் கைஸ். ஒரு இன்டர்வியூ வரும்போது நீங்கள் எவ்வளோ தான் ப்ரிப்பேர்டாக போனாலும் அவங்க கொஸ்டின் பண்ணும்போது உங்களால் ஆன்சர் பண்ண முடியல. நீங்கள் அதை பற்றி என்ன நினைக்கிறீங்க സാർ? സോ ഇവിടുത്തെ പ്രശ്നം നോളജ് അല്ല. സ്റ്റുഡൻസിന് കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആയിരിക്കും, പക്ഷേ അവർക്ക് എങ്ങനെ ഒരു സ്ട്രക്ചർ വേയിൽ ആൻസർ ചെയ്യാന്നുള്ള കാര്യം അറിയത്തില്ല. ஸோ ஸ்ட்ரக்சர்னா கொஞ்சம் கூட டீட்டெயில் எக்ஸ்பிளைன் பண்ணுறீங்களா? സോ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഇൻ്റർവ്യൂവർ എന്താണ് ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര നേരം ഒരു ആൻസർ പറയുന്നതിനെ പറ്റിയല്ല, മറിച്ച് നിങ്ങൾ പറയുന്ന ആൻസർ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണോ എന്നാണ് നോക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. ஓகே, இதுக்கு என்ன சொல்யூஷன்? இன்டர்வியூவில் ஸ்டூடெண்ட்ஸ் எப்படி ஆன்சர் பண்ணணும்? സോ ഇതിന് നമുക്ക് സ്റ്റാർ എന്ന് പറഞ്ഞൊരു മെത്തേഡ് യൂസ് ചെയ്യാം. സോ സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്കും സിറ്റുവേഷൻ, ടാസ്ക്, ആക്ഷൻ ആൻഡ് റിസൾട്ട്. സോ ഈ ഒരു ഫ്ലോയിൽ നമ്മളൊരു ആൻസർ പറയുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ஓகே, ஸோ இதுக்கு ஒரு எக்ஸாம்பிள் சொல்கிறீங்களா? സോ ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു വർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, സോ വർക്ക് നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടി ലേറ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സോ അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. സോ ഇവിടുത്തെ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഇതിന് ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിതിൽ എന്താണ് ചെയ്തത്, സോ നമ്മളിതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സോ അത് ആ ഒരു പാർട്ടാണ് ആക്ഷനിൽ വരുന്നത്. ആൻഡ് റിസൾട്ടിൽ നമ്മളിതിൽ എങ്ങനെ ഒരു റിസൾട്ട് കണ്ടുപിടിച്ചു. സോ ഈ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്ത ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ബെറ്റർ ആയിരിക്കും. ആൻഡ് ഇൻ്റർവ്യൂവറിന് അത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. ஓகே, ஸ்டூடெண்ட்ஸு கொடுக்க வேறு ஏதாச்சும் டிப்ஸ் இருக்கா? സോ എനിക്ക് സ്റ്റുഡൻസിൻ്റെ അടുത്ത് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ റെസ്യൂമേൽ നിങ്ങൾ ഒരുപാട് സ്കിൽ സെറ്റ് നിങ്ങൾ വെച്ചേക്കും. ഫോർ എക്സാമ്പിൾ ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ അഡാപ്റ്റബിലിറ്റി. സോ ഓരോ സ്കിൽ സെറ്റിനും നിങ്ങൾ ഓരോ കഥ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. സോ അറ്റ് ദ ടൈം ഓഫ് ഇൻ്റർവ്യൂ നിങ്ങൾക്ക് അതൊരു സ്ട്രഗിൾ ആവത്തില്ല. ஸோ ஓகே, தேங்க்யூ ஃபார் யுவர் டிப். ஸோ இந்த மாதிரி இன்ஃபர்மேட்டிவ் கண்டென்ட்டுக்காக ஸ்கோப் இந்தியா பேஜை ஃபாலோ பண்ணிக்கோங்க.